ഹലോ ഫ്രണ്ട്സ്, കാന്താരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തിളപ്പിക്കുക. പഞ്ചസാര ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. ഒത്തിരി അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവണ്ട, കരിഞ്ഞു പോവും. അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവണം. ഇനി അതിലേക്ക് 30 ml തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വയ്ക്കുക. അതൊന്ന് നല്ലതുപോലെ കുറുകി തിക്കായി വന്നതിന് ശേഷം ആ പഞ്ചസാര പാനി നമ്മൾ പുഡിംഗ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കപ്പിലേക്ക് ഒഴിച്ചു വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 കോഴിമുട്ട പൊട്ടിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബബിൾസ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഹാൻഡ് ബ്ലെൻഡറൊക്കെ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണോട് മിക്സ് ചെയ്യാം. ബബിൾസ് വരാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 200 ml പാല് കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാറിയ പാലാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത ഈ മിശ്രിതം നമ്മളിപ്പോൾ പഞ്ചസാര പാനി ഒഴിച്ച് വെച്ചിരിക്കുന്ന കപ്പിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ആ കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഈ കപ്പിൻ്റെ മുകൾ ഭാഗം ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. ഇനി ഈ കപ്പ് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വെക്കുക. ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ് മൂടി വെച്ച് നല്ലതുപോലെ തിളപ്പിക്കണം. 8 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ആ കപ്പ് അതിനുള്ളിൽ തന്നെ വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ കപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് ഇത് എടുത്ത് വയ്ക്കണം. ആറ് മണിക്കൂറിന് ശേഷം ഇതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊന്ന് വിടിയിച്ചെടുക്കണം. എന്നിട്ടിത് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.